ബോഗൺവില്ല ഒരു ഫ്ലവറിങ് കഴിഞ്ഞാൽ ഉടനെ ഇതിലിങ്ങനെ കരിഞ്ഞു വരുന്ന ഭാഗങ്ങളൊക്കെ വെട്ടിക്കൊടുക്കണം. ഇത് കരിഞ്ഞു പോയ പൂക്കളൊക്കെ വെട്ടിക്കൊടുക്കുക, മുഴുവൻ വെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഓരോ സ്പൂണ് DAP അല്ലെങ്കിൽ 20 ഇട്ടിട്ട് നനച്ച് കൊടുക്കുക. മണ്ണൊന്ന് ഇട്ടിട്ട് മണ്ണ് ഇളക്കിയിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് അടുത്ത ഫ്ലവർ വരും. ഒരു തവണ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഇത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇത് വെട്ടിക്കളയണം, ഇങ്ങനെയുള്ള കരിഞ്ഞത്. എൻ്റെ ഈ ഗാർഡനിൽ ഇത് 2ാമത്തെ ഫ്ലവറിങ് ആണ് ഈ കൊല്ലം. ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് മഴയാകുന്നത് വരെ ഒരു 4 പ്രാവശ്യം ഒരു ഫ്ലവർ ഉണ്ടാവും. 4 പ്രാവശ്യം 4 ഘട്ടങ്ങളായിട്ട് വരും. അപ്പോൾ ഓരോ തവണ ഇത് കഴിയുന്നതോടെ ഇതുപോലെ അങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് അങ്ങനെ അപ്പോൾ ബുഷായിട്ട് അങ്ങനെ വരും, അല്ലെങ്കിൽ നീണ്ടു പോകില്ലേ പ്ലാന്റ്? അതുപോലെ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇതിൻ്റെ മണ്ണ് എടുത്ത് റീപ്പോർട്ട് ചെയ്യണം. റീപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് മണ്ണും ചകിരിച്ചോറും വെള്ളത്തിലിട്ട് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറും കുറച്ച് ആട്ടും കാട്ടും ആയിട്ട് കാര്യമായിട്ട് അത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് പഴയ മണ്ണെല്ലാം കളഞ്ഞിട്ട് പുതുതായിട്ട് റീപ്പോർട്ട് ചെയ്യണം. അതൊരു മഴ മാറുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ ചെയ്താൽ ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം നല്ല